Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU 2024 സ്കീം S4 മാത്സ് ഗ്രൂപ്പ് ബി ആൻഡ് സി ആണ്. മൊഡ്യൂൾ 3 പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ടോപ്പിക് ടി ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് ടോപ്പിക്കിലോട്ട് നോക്കാം. ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവും അതിൻ്റെ കറസ്പോണ്ടിങ് കോൺഫിഡൻസ് ഇൻ്റർവെല്ലൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ അപ്ലിക്കബിൾ ആവുക? നമ്മൾ കൺസിഡർ ചെയ്യുന്ന സൈസ്, പോപ്പുലേഷൻ്റെ സൈസ് സ്മോൾ ആവുമ്പോൾ, സാമ്പിൾ സൈസ് സ്മോൾ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ കർവ് യൂസ് ചെയ്യുക. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സാമ്പിളിൻ്റെ മീൻ ആണ്. അതിൻ്റെ സാമ്പിളിൻ്റെ സൈസ് എൻ ആണ്. അതിൻ്റെ മീൻ എന്ന് പറയുന്നത് മ്യൂ. സാമ്പിളിൻ്റെ മീനാണ് എന്ത്? എക്സ് ബാർ. സാമ്പിൾസ് മീനാണ് എക്സ് ബാർ. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എങ്ങനെ എഴുതാം? എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് എൻ. എസ് എന്ന് പറയുന്നത് എന്താ? ഡീവിയേഷൻ ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇതിനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എൻ മൈനസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഈ എൻ മൈനസ് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ആണ് ന്യൂ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. സ്മോൾ ലെറ്റർ ബി പോലെ തോന്നും. ഈ ന്യൂ എന്നാണ് ഇത് റീഡ് ചെയ്യുക. ഈ ന്യൂ എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ടി ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ടി ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇതാണ് ആക്ച്വൽ നമ്മൾ പഠിച്ചിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്, സെറ്റ് കർവ് എന്ന് പറയുന്നത്. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിനേക്കാളും കൂടുതൽ സ്പ്രെഡ് ചെയ്തു പോകുന്ന കർവാണ് ടി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടി കർവ് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ന്യൂ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ടി ഡിസ്ട്രിബ്യൂട്ട് ഇത് ടി വി എന്ന് പറഞ്ഞാൽ നമ്മൾ റീഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ന്യൂ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ന്യൂ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഈ ഗ്രാഫിലെ T25 കർവ് ഉണ്ട്, T5 കർവ് ഉണ്ട്. ന്യൂവിൻ്റെ വാല്യൂ സ്മോൾ ആകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഈ കർവ് കൂടുതൽ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മ്യൂവിൻ്റെ വാല്യൂ കൂടുന്തോറും അത് കൂടുതൽ ഷാർപ്പൺ ചെയ്യുന്നു, സെറ്റ് കർവിനോട് കൂടുതൽ അടുത്ത് വരുന്നു. അപ്പോൾ മ്യൂവിൻ്റെ വാല്യൂ കൂടുന്തോറും എന്ത് വരും? ടി കർവ് സ്പ്രെഡ് ചെയ്ത് പോകും. അപ്പോൾ ഇതിൻ്റെ ടി കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബെൽ ഷേപ്ഡ് ആണ്. അത് ഒറിജിൻ സെൻറ്റേർഡ് ആയിട്ട് സീറോയിൽ സെൻറ്റർ ചെയ്തിട്ട് ഐഡൻറ്റിക്കൽ സിമെട്രിക്കുള്ള ഒരു കർവാണ് സെറ്റ് കർവിനെ പോലെ തന്നെ ടി കർവും. ഇനി അതാണ് ഇവിടെ പറയേണ്ടത്. ഈച്ച് ടി ന്യൂ കർവ് ഈസ് മോർ സ്പ്രെഡ് ഔട്ട് ദാൻ ദ സ്റ്റാൻഡേർഡ് നോർമൽ സെറ്റ് കർവ്. സ്റ്റാൻഡേർഡ് നോർമൽ സെറ്റ് കർവിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ സ്പ്രെഡ് ചെയ്ത് പോകുന്ന കർവ്. സ്പ്രെഡ് ചെയ്ത് പോകുന്ന കണ്ടോ? ഇതിങ്ങനെ ഇപ്പം ഈ ഷേപ്പ് നോക്കൂ, സ്പ്രെഡ് ചെയ്തു. പക്ഷെ സെറ്റ് കർവ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഷാർപ്പായിട്ടല്ലേ പോയിട്ടുള്ളത്. ഇതാണ് സെറ്റ് കർവ്. അത് ഈ സെറ്റ് കർവും ഈ ടി കർവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ടി കർവ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ന്യൂ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നതോടും, അതായത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻക്രീസ് ചെയ്യുന്നതോടും ഈ സ്പ്രെഡ് കുറഞ്ഞു വരും. സ്പ്രെഡ് ഓഫ് ദ കറസ്പോണ്ടിങ് ടി കർവ് ഡിക്രീസസ്. അതാണ് ഇപ്പോൾ T25 കർവും T5 കർവും തമ്മിൽ വരച്ചിട്ട് അത് കാണിക്കുന്നത്. T5 കർവിനേക്കാളും കുറവ് സ്പ്രെഡ് T25 കർവിനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൽഫയുടെ വാല്യൂ ആണ് ഇങ്ങോട്ട്, ഈ ഡയറക്ഷനിൽ. ഇവിടെ ന്യൂവിൻ്റെ വാല്യൂ ആണ് താഴോട്ട്. അപ്പോൾ ഒരു കറസ്പോണ്ടിങ് ഒരു വാല്യൂ ഇപ്പോൾ 0.05 എടുത്തു കഴിഞ്ഞാൽ ആൽഫ ഫിക്സഡ് ആക്കി വെച്ചിട്ട് താഴോട്ട് നോക്കും. അതായത് ന്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ടി ആൽഫയുടെ വാല്യൂ, അതായത് ക്രിട്ടിക്കൽ വാല്യൂവിൻ്റെ വാല്യൂ എന്ത് വരും? ഡിക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ ന്യൂ ഫിക്സഡ് ആക്കിയിട്ട് ആൽഫ ഇൻക്രീസ് ചെയ്താൽ ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ അത് ക്രിട്ടിക്കൽ വാല്യൂ ഇൻക്രീസ് ചെയ്യും. താഴോട്ട് പോകുന്തോറും അത് ഡിക്രീസ് ചെയ്യും. അതാണ് increase. T alpha increases as alpha decreases. Increase the value T alpha decreases. ഇപ്പോൾ ടി ആൽഫ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയി നോക്കുക. ആൽഫ ന്യൂവിൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകുന്തോറും എന്തുണ്ടാവും? ഈ ടി കർവ് നോർമൽ കർവായിട്ട് മാറും, സ്റ്റാൻഡേർഡ് നോർമൽ കർവായിട്ട് മാറും. ഓക്കെ, ഇതാണ്.
ടി ടേബിളിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ടേബിളിലെ വാല്യൂസ് കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായല്ലോ. അതാണ് ഈ പേജിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അടുത്ത ടോപ്പിക്ക് വൺ സാമ്പിൾ ടി കോൺഫിഡൻസ് ഇന്റർവൽ എങ്ങനെയായിരിക്കും? ഇപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് സാമ്പിൾ മീനും എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. ഒരു റാൻഡം സാമ്പിൾ എടുത്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ സാമ്പിൾ മീൻ എക്സ് ബാർ ആണ്, ആ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ പോപ്പുലേഷൻ ആണ്, അതിന്റെ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് മ്യൂ ആണ്. അതിന്റെ കോൺഫിഡൻസ് ഇന്റർവൽ എന്തായിരിക്കും ഫോർ പോപ്പുലേഷൻ മീൻ മ്യൂ? എക്സ് ബാർ മൈനസ് ടി ആൽഫ ബൈ 2 n minus 1 ഇൻറ്റു എസ് ബൈ റൂട്ട് എൻ എക്സ് ബാർ പ്ലസ് ടി ആൽഫ ബൈ 2 n minus 1 ഇൻറ്റു എസ് ബൈ റൂട്ട് എൻ. അപ്പോൾ എന്താണ് ആ കോൺഫിഡൻസ് ഇന്റർവൽ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ എക്സ് ബാർ പ്ലസ് ഓർ മൈനസ് ടി ആൽഫ ബൈ 2 n minus 1 ഇൻറ്റു എസ് ബൈ റൂട്ട് എൻ. ഇതെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അപ്പർ കോൺഫിഡൻസ് ബൗണ്ട് എന്ന് പറഞ്ഞത് എന്താണ്? ഈ പ്ലസ് ഉള്ളതാണ് അപ്പർ കോൺഫിഡൻസ് ബൗണ്ട്. അപ്പോൾ ഈ ടി ആൽഫ ബൈ 2 എന്നുള്ളത് ആൽഫ ആയിട്ട് മാറും. ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അപ്പർ കോൺഫിഡൻസ് ബൗണ്ടിൽ ആൽഫ ബൈ 2 എന്നുള്ളത് ആൽഫ ആയിട്ട് മാറും. ലോവർ കോൺഫിഡൻസ് ബൗണ്ട് ആകുമ്പോൾ ഇവിടെ പ്ലസ് എന്നുള്ളത് മൈനസ് ആയിട്ട് മാറും. ആൽഫ ബൈ 2 ആൽഫ ആയിട്ട് മാറും. ബാക്കി ഒരു വ്യത്യാസവും ഇല്ല. അതിൻ്റെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് 100 × 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ടി കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുന്നത് ഇതാണ് ടി കോൺഫിഡൻസ് ഇന്റർവെല്. അതിന്റെ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എക്സ്പ്രഷനിലെ ആൽഫ ബൈ 2 എന്നുള്ളത് ആൽഫ ആയിട്ട് മാറും. പിന്നെ പ്ലസ് വന്നാൽ അപ്പറും മൈനസ് വന്നാൽ ലോവർ ബൗണ്ടും ആണ്. ഓക്കെ, ഇനി പ്രഡിക്ഷൻ ഇന്റർവെൽ എന്ന് പറയുന്നത് PI. For a single observation to be selected from a normal population distribution is x bar plus or minus t alpha by 2 n minus 1 into s into square root of 1 plus 1 by n ആണ്. n സാമ്പിൾ സൈസ് ആണ്, s എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, n minus 1 n സാമ്പിൾ സൈസ്, x bar എന്ന് പറഞ്ഞാൽ സാമ്പിൾ മീൻ. അപ്പോൾ പ്രഡിക്ഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ 100 × 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് ആണ്. ലോവർ പ്രഡിക്ഷൻ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് ബാർ മൈനസ് ടി ആൽഫ n minus 1 s ഇൻറ്റു റൂട്ട് ഓഫ് 1 plus 1 by n. അപ്പർ പ്രഡിക്ഷൻ ബൗണ്ട് എക്സ് ബാർ പ്ലസ് ടി ആൽഫ ഇൻറ്റു n minus 1 s ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 plus 1 by n. അപ്പോൾ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും ആയി. അപ്പോൾ ഇതിൽ ലോവർ ബൗണ്ടിൽ നിന്ന് എന്താ വരിക? ആൽഫ ബൈ 2. നമ്മൾ പ്രഡിക്ഷൻ ഇന്റർവെല്ലിൽ പഠിച്ച ആൽഫ ബൈ 2 എന്നുള്ളത് ആൽഫ ആയിട്ട് മാറും. അതാണ് ചേഞ്ച്. മൈനസ് വന്നാൽ ലോവറും പ്ലസ് വന്നാൽ അപ്പർ ബൗണ്ടും ആവും. ഇനി പ്രഡിക്ഷൻ ഇന്റർവെല്ലിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും കോൺഫിഡൻസ് ഇന്റർവെല്ലിന്റെ വിഡ്ത്തിനേക്കാളും കൂടുതലായിരിക്കും. അത് 3 times, മോർ ദാൻ 3 times ആയിരിക്കും. കാരണം ഇതിൽ നമ്മൾ ഒരു സിംഗിൾ ഒബ്സർവേഷൻ ആണ് എടുക്കുന്നത്. ആ സിംഗിൾ വാല്യൂ പോപ്പുലേഷനിൽ നിന്ന് ഒരു സിംഗിൾ വാല്യൂ എടുത്തിട്ട്, ഇപ്പോൾ പോപ്പുലേഷൻ ലാർജ് ഉണ്ടാവും, അതിൽ ഒരു ലാർജ് ആയിരിക്കും, അതിൽ ഒരു സിംഗിൾ ഒബ്സർവേഷൻ എടുത്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രഡിക്ഷൻ ഇന്റർവെൽ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺഫിഡൻസ് ഇന്റർവെലിനേക്കാളും ലാർജ് ആയിരിക്കും. അപ്പോൾ കോൺഫിഡൻസ് ഇന്റർവെലിൻ്റെ വിഡ്ത്ത് ഇത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പ്രഡിക്ഷൻ ഇന്റർവെൽ കുറച്ചും കൂടി ലാർജ് ആയിട്ടാവും വരിക. വിഡ്ത്ത് കൂടുന്തോറും എന്ത് വരും? പ്രിസൈസ് ആവോ? നമ്മുടെ റിസൾട്ട് മോർ പ്രിസൈസ് ആവില്ല, ലെസ് പ്രിസൈസേ ആവുള്ളൂ. ഓക്കെ, പ്രോബബിലിറ്റി ആണല്ലോ. അപ്പോൾ ഇതാണ് ടേബിൾ, നമ്മുടെ ടി ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ടി ടേബിളിന്റെ കർവ് ഇങ്ങനെ ഈ ഷേപ്പാണ് ഉണ്ടാവുക, ബെൽ ഷേപ്പാണ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞു. ഇതിന്റെ ലെഫ്റ്റ് ഇതാണ് ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. ഈ ക്രിട്ടിക്കൽ വാല്യൂ നമ്മൾ ഈ ടേബിളിൽ എങ്ങനെ എഴുതാം? ഇത് ന്യൂ ആണ് താഴോട്ട് കൊടുത്തിട്ടുള്ളത്. 1 2 3 4 അപ് ടു ഇൻഫിനിറ്റി വരെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആൽഫയുടെ വാല്യൂ ആണ് ഇവിടെ മുതൽ കൊടുത്തിട്ടുണ്ട്. T.1 തൊട്ട് അങ്ങനെ കുറഞ്ഞ് T.0.005 വരെയാണ് ഇത് പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതോറും ആൽഫയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ്, ഇവിടെ ന്യൂവിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ടി ടേബിൾ.
അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഇപ്പോൾ T.05 എന്നുള്ള അതിൻ്റെ എടുക്കുക 12ലാണ് കണ്ടെങ്കിൽ ഇതും നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്താണോ അതാണ് കറസ്പോണ്ടിങ് T ആൽഫ കോമ ന്യൂ. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആൽഫ ഈ പോയിന്റും ന്യൂ എന്ന് പറയുന്നത് 12 ആണെന്ന് വിചാരിക്കുക. ന്യൂ 12ഉം ആൽഫ സെക്കൻഡ് ആയിട്ട് കിടക്കുന്നത്. ഈ വാല്യൂ റീഡ് ചെയ്യാൻ പറ്റുന്നില്ല, അവന് സൂം ചെയ്താലേ പറ്റുള്ളൂ, സൂം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇപ്പോൾ വേറൊരു വാല്യൂ എടുക്കുക. ഇപ്പോൾ 25ഉം ഇത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ആ T ആൽഫ ന്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. അങ്ങനെയാണ് റീഡ് ചെയ്തിരുന്നത് നമ്മൾ. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. Determine the values of the following quantities. T.1, 15. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് 0.1 ആണ്, ന്യൂ എന്ന് പറയുന്നത് 15 ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് 15. അപ്പോൾ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്ത് ആ T ടേബിളിൽ ഈ രണ്ട് വാല്യൂം ഇന്റർസെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1.341 കിട്ടും. ഇത് നമ്മളൊരു പ്രാക്ടീസ് എന്ന നിലയ്ക്ക് കൊടുക്കേണ്ടതാണ്. നമ്മളിത് ചെയ്തിട്ട് ഇത് നോക്കാൻ പഠിച്ചാലാണ് ഇതിൻ്റെ ഈ മൊഡ്യൂളിൽ വരുന്ന പ്രോബ്ലംസ് ശരിക്കും ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പോൾ T.05, 25. അപ്പോൾ ആൽഫ 0.05, ന്യൂ എന്ന് പറയുന്നത് 25, അല്ലെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ 1.708 ആണ്. നെക്സ്റ്റ് T.005, 40. ആൽഫ 0.005ഉം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 40 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ T ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 2.704 ആണ്. ഓക്കെ. Determine the T critical value that will capture the desired T curve area in each of the following cases. കണ്ടുപിടിക്കേണ്ടത് T critical value ആണ്. ഇപ്പോൾ ക്രിട്ടിക്കൽ ഏരിയ 0.95 ആണ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 20 ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ ഏരിയ അല്ല, സെൻട്രൽ ഏരിയ ആണ് 0.95. ഇതാണ് നമ്മുടെ T കർവ്. T കർവിലെ സെൻട്രൽ ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ 2 ടെയിൽ ഉണ്ട്. ആ ടെയിലിൻ്റെയും ഇടയിലുള്ള ഏരിയ ആണ് എന്ത് 0.95. അപ്പോൾ ഇത് സിമെട്രിക് ആണ്, 0ന് സിമെട്രിക് ആണ് നമുക്കറിയാം. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ മൊത്തം ഈ ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുന്നത് 1ൽ നിന്നും ടോട്ടൽ ഏരിയ 1 ആണ്, അതിന് മൈനസ് ചെയ്താൽ മതി. 1.95 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 0.05. അത് ഈ രണ്ട് ടെയിലിൻ്റെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ഒരു ടെയിലിലെ ഏരിയ എന്ത് വരും? ഡിവൈഡഡ് ബൈ 2 വരും. അതായത് ഇത് 0.025 ആണ്, ഇതും 0.025 ആണ്. അങ്ങനെ ആഡ് ചെയ്താലല്ലേ ഇത് മൊത്തത്തിൽ ഏരിയ 1 ആയിട്ട് വരുള്ളൂ. ഈ ടെയിലിൻ്റെയും ഈ ടെയിലിൻ്റെ ഏരിയ. അപ്പം നമുക്കറിയേണ്ടത് എന്താണ്? T ക്രിട്ടിക്കൽ വാല്യൂ അറിയണം. ആൽഫ എന്ന് പറയുന്നത് 0.025ഉം ന്യൂ എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 20 ആണ്. അപ്പം സെൻട്രൽ ഏരിയ തന്നതിൽ നിന്ന് നമ്മൾ ആൽഫയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ആൽഫയും ന്യൂവും കിട്ടി കഴിഞ്ഞാൽ ആ ടേബിളിൽ നിന്ന് നമുക്ക് അതിൻ്റെ ക്രിട്ടിക്കൽ ഏരിയ T ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ദാറ്റ് ഈസ് 2.086. ഇനി അടുത്ത സെൻട്രൽ ഏരിയ 0.99 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 50. സെൻട്രൽ ഏരിയ തന്നെയാണ് ഇപ്പോഴും തന്നിട്ടുള്ളത്. സെൻട്രൽ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മളെ T കർവ് ഇങ്ങനെ പോണു. സെൻട്രൽ ഏരിയ 2 ടെയിലുണ്ട്, അതിൻ്റെ സെൻട്രൽ ആയിട്ടുള്ള ഏരിയ എത്രയാണ്? 0.99. അപ്പോൾ ലോവർ ടെയിലും അപ്പർ ടെയിലിൻ്റെയും ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? 1 - 0.99 ചെയ്ത് കിട്ടിയ റിസൾട്ടിനെ ബൈ 2 ചെയ്താൽ മതി. 1 - 0.99 0.01 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0.005. അതാണ് ആൽഫ. ആൽഫ എന്ന് പറയുന്നത് 0.005 ആണ്. ന്യൂ എന്ന് പറയുന്നത് 50 എന്ന ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അത് രണ്ടും വെച്ചിട്ട് നമുക്ക് T ടേബിളിൽ നിന്നും T ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 2.680. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? അപ്പർ ടെയിൽ ഏരിയ ആണ് തന്നിട്ടുള്ളത്. അപ്പർ ടെയിൽ ഏരിയയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും തന്നിട്ടുണ്ട്. അപ്പർ ടെയിൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ ആണ് തന്നിട്ടുള്ളത്. അത് എത്രയാണ് തന്നിട്ടുള്ളത്? 0.01. അതായത് ആൽഫ എന്ന് പറയുന്നത് 0.01 ആണ്. പിന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ന്യൂ എന്ന് പറയുന്നത് 25 ആണ്.
അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കാം. അത് 2.485 ആണ്. ഇനി അടുത്ത ലോവർ ടെയിൽ ഏരിയ. ലോവർ ടെയിൽ ഏരിയ എന്നാലും സെയിം തന്നെ. ആൽഫ എന്ന് പറയുന്നത് അത് തന്നെയാണ്. 0.025 ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5 ആണ്. അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത് 2.57. ലോവർ ടെയിൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ലോവർ ടെയിൽ ഏരിയ ഈ പോർഷൻ. ഈ ഏരിയ തന്നെയാണ് ഈ അപ്പർ ടെയിലും വരിക. അപ്പർ ടെയിൽ ഏരിയ അതാണ് ആൽഫയായിട്ട് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് 0.025. അപ്പോൾ DF 5 ആണ്. രണ്ടും ചേർന്ന T critical value corresponding കിട്ടും. That is 2.571. Next question. Determine the T critical value for two-sided confidence interval in each of the following situation. T critical value ആണ് കണ്ടുപിടിക്കേണ്ടത് for a two-sided confidence interval ആണ്. അപ്പോൾ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് 95% ആണ്. അപ്പോൾ എന്ത് വരും? 1 മൈനസ് ആൽഫയാണ് 95%. അല്ലെങ്കിൽ 1 മൈനസ് ആൽഫയാണ് 0.95. അതിൽ നിന്നും ആൽഫ 0.05 കിട്ടും. ആൽഫ ബൈ 2 0.025. നമ്മളിപ്പോൾ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ. ഏരിയ പറഞ്ഞു ഇവിടെ കോൺഫിഡൻസ് ലെവല്. അതായത് ആൽഫ എന്ന് പറയുന്നത് 1 മൈനസ് ആൽഫ. 1 മൈനസ് ആൽഫയാണ് 0.95. ആൽഫ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0.05 വരും. അപ്പോൾ നമുക്ക് ഒരു ടെയിലേ വേണ്ടത്. രണ്ട് ടെയിലും ചേർന്നിട്ടാണ് ആൽഫ. ഒരു ടെയിലെന്ന് പറഞ്ഞാൽ 0.025. അപ്പോൾ T ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആൽഫ ബൈ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 10 എടുത്തു കഴിഞ്ഞാൽ 2.228. ഇനി കോൺഫിഡൻസ് ലെവൽ 99%ഉം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 15 ആണ്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എത്ര കിട്ടി? 0.01ഉം ആൽഫ ബൈ 2 എന്ന് പറയുന്നത് ഇതിന്റെ ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 0.005 വരും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 15 ആണ്. ഇത് നോക്കിയാൽ ക്രിട്ടിക്കൽ വാല്യൂ 2.947. ഇത് T ടേബിളിൽ നിന്നാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുന്നത്. ഇനി കോൺഫിഡൻസ് ലെവൽ 99% N5. അപ്പോൾ കോൺഫിഡൻസ് ലെവൽ N ഇതാണെങ്കിൽ ആൽഫ ബൈ 2 0.005 ആണ്. N5 ആണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നമുക്ക് വേണ്ടത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സാമ്പിൾ സൈസും തമ്മിലുള്ള റിലേഷൻ തന്നെ എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈക്വൽ ടു N-1 ആണ്. അപ്പോൾ N-1 എന്ന് പറഞ്ഞാൽ 5 - 1 4 കിട്ടും. അപ്പോൾ T 0.005, 4 എന്ന് പറഞ്ഞാൽ 4.604 ആണ് റിസൾട്ട്. കോൺഫിഡൻസ് ലെവലും N തന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് T ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് ഡിറ്റർമൈൻ ദ T critical value for a lower or an upper confidence bound for confidence level 95%, degrees of freedom 10. T critical value ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ലോവർ ഓർ ആൻഡ് അപ്പർ കോൺഫിഡൻസ് ബൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ കോൺഫിഡൻസ് ലെവലിൽ കിട്ടുന്ന ആൽഫ ഇല്ലേ, ഈ ആൽഫ തന്നെ അതിൻ്റെ ബൈ 2 ചെയ്യേണ്ട കാര്യമില്ല. 2 ടെയിൽ ഇല്ല, 1 ടെയിലാണ്. ലോവർ ഓർ അപ്പർ ഒരു ഏതെങ്കിലും ഒന്നേ ഉള്ളൂ. അപ്പോൾ അപ്പർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ ആ കോൺഫിഡൻസ് ലെവലിൽ നിന്ന് 95% മൈനസ് ചെയ്ത് കിട്ടുന്ന ആ 0.05 ആണ് ആൽഫയായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് 0.05 ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 10. അപ്പോൾ അതിൻ്റെ ക്രിട്ടിക്കൽ വാല്യൂ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1.812 കിട്ടും. അപ്പോൾ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ T ക്രിട്ടിക്കൽ വാല്യൂല് ആൽഫ മാത്രമാണ്, ഡയറക്റ്റ് ആൽഫ ആണ് എടുക്കുക. 2 ടെയിലാണ്, 2 ടെയിലും കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആൽഫ ബൈ 2 എടുക്കും. അതാണ് ഈ രണ്ട് പ്രോബ്ലം തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്തത് എ സാമ്പിൾ ഓഫ് 14 ജോയിന്റ് സ്പെസിമെൻസ്. അപ്പോൾ N ആണ് 14. ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ് ഗേവ് എ സാമ്പിൾ മീൻ പ്രൊപ്പോർഷണൽ ലിമിറ്റ് സ്ട്രെസ് ഓഫ് സാമ്പിൾ മീൻ തന്നു. എത്രയാണ് അത്? 8.48 MPa ആൻഡ് എ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ തന്നിട്ടുണ്ട് സാമ്പിളിൻ്റെ 0.79. കാൽക്കുലേറ്റ് എ 95% കോൺഫിഡൻസ് ലെവൽ തന്നു. 95% lower confidence bound for the
true average proportional limit stress of all such joints. നോക്കാം. അപ്പോൾ ഇതിൽ സാമ്പിൾ സൈസ് തന്നിട്ടുണ്ട്, സാമ്പിൾ മീൻ തന്നിട്ടുണ്ട്, സാമ്പിൾ ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്, കോൺഫിഡൻസ് ലെവലും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് 95% ലോവർ പ്രഡിക്ഷൻ ബൗണ്ട്. മറ്റേത് കോൺഫിഡൻസ് ബൗണ്ട് ആയിരുന്നു, മറ്റേ എടുത്തത് പ്രഡിക്ഷൻ ബൗണ്ട്. ഇപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് എന്തൊക്കെയാണെന്ന് എടുത്തേരി. n തന്നിട്ടുണ്ട്, എക്സ് ബാർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോൺഫിഡൻസ് ലെവൽ. കോൺഫിഡൻസ് ലെവൽ തന്നാൽ അതിന് ആൽഫ കണ്ടുപിടിക്കാം. 0.05 വന്നു. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ n-1 ആണ്, ദാറ്റ് ഈസ് 13 കിട്ടി. ഇനി ലോവർ കോൺഫിഡൻസ് ബൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. ലോവർ കോൺഫിഡൻസ് ബൗണ്ട് അതെന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല എക്സ് ബാർ മൈനസ് ടി ആൽഫ കോമ n-1 ഇൻറ്റു എസ് ബൈ റൂട്ട് n. എല്ലാ ഡാറ്റാസും തന്നിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. ആദ്യം നമുക്ക് ടി ആൽഫ കോമ n-1ന്റെ ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ആൽഫ 0.05ഉം n-1 13ഉം ആണ്. കറസ്പോണ്ടിങ് ടേം ക്രിട്ടിക്കൽ വാല്യൂ 1.771. ഇനി ലോവർ കോൺഫിഡൻസ് ബൗണ്ടിലേക്ക് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. ദാറ്റ് ഈസ് 8.48 മൈനസ് 1.771 ഇൻറ്റു 0.79 ഡിവൈഡഡ് ബൈ റൂട്ട് 14. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വാല്യൂ വരും? 8.48 മൈനസ് 0.374, ദാറ്റ് ഈസ് 8.106 ആണ് കിട്ടിയത്. അതായത് 95% ലോവർ കോൺഫിഡൻസ് ബൗണ്ടിന്റെ ട്രൂ ആവറേജ് ബൗണ്ട് ഫോർ ദ ട്രൂ ആവറേജ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത് 8.106 MPa ആണ്. അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മളൊരു കോൺഫിഡൻസ് ബൗണ്ടാണ് കണ്ടത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രഡിക്ഷൻ ബൗണ്ടാണ്. പ്രഡിക്ഷൻ ബൗണ്ട് ആകുമ്പോൾ ഫോർമുല മാറി. ടി എക്സ് ബാർ മൈനസ് ടി ആൽഫ കോമ n-1 എസ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 1/n വന്നു. അപ്പോൾ ടി ആൽഫ n-1 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എസ് അറിയാം. ഈ ഇക്വേഷൻ മാറി അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ പ്രഡിക്ഷൻ ബൗണ്ട് നമുക്ക് എന്താ വന്നത്? 7.033. അതിൻ്റെ യൂണിറ്റ് MPa തന്നെയായിരിക്കും. ഇനി അടുത്തത് സിലിക്കോൺ ഇംപ്ലാന്റ് ഓഗ്മെന്റേഷൻ റൈനോപ്ലാസ്റ്റി ഈസ് യൂസ്ഡ് ടു കറക്റ്റ് കോഗ്നിസൈസ്ഡ് നോയ്സ് ഡിഫോർമാലിറ്റീസ്. The success of the procedure depends on various biomechanical properties of the human nasal periosteum and fascia. An article reported that for a sample of 15 adults, the mean failure strain was 25 and the standard deviation was 3.5. അപ്പോൾ ഇവിടെ മുതലാണ് ശരിക്കും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള കാര്യങ്ങൾ. അതായത് സാമ്പിൾ സൈസ് 15 ആണ്, സാമ്പിൾ മീൻ എന്ന് പറയുന്നത് 25 ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3.5 ആണ്. Assuming a normal distribution for failure strain, estimate true average strain in a way that conveys information about precision and reliability. അപ്പോൾ നമുക്ക് സാമ്പിൾ സൈസ് തന്നിട്ടുണ്ട്, സാമ്പിൾ മീൻ തന്നിട്ടുണ്ട്, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നിൽ നിന്ന് നമുക്ക് കിട്ടും n-1 14. അപ്പോൾ നമുക്ക് കോമൺ സ്റ്റാൻഡേർഡ് നമ്മൾ എടുക്കുക 95% കോൺഫിഡൻസ് ലെവൽ തന്നിട്ടില്ല, ഇന്റർവെൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എടുക്കുക? 95% കോൺഫിഡൻസ് ഇന്റർവെൽ ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ടി ക്രിട്ടിക്കൽ വാല്യൂ എന്ത് വരും? ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ലോവർ ബൗണ്ട്. അപ്പോൾ എന്ത് വരും? ടി ആൽഫ ബൈ 2 ഇൻറ്റു n-1. ലോവർ ബൗണ്ട് അല്ല, കോൺഫിഡൻസ് ബൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടി ആൽഫ ബൈ 2 ആൽഫ എന്ന് പറയുന്നത് 95% ആകുമ്പോൾ 1 മൈനസ് 0.95 വരും. അതിന്റെ ബൈ 2 എടുത്തു കഴിഞ്ഞാൽ 0.025,14 ഈക്വൽ ടു ടേബിളിൽ നിന്ന് എന്ത് വരും? ഫ്രം ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിന് 2.145 വരും. ഇനി മാർജിൻ ഓഫ് എറർ എന്ന് പറഞ്ഞാൽ ടി ആൽഫ ബൈ 2 ഇൻറ്റു n-1 ഇൻറ്റു എസ് ബൈ റൂട്ട് n. That is 2.145 into 9.9038 മൾട്ടിപ്ലൈ ചെയ്താൽ 1.9382 വരും. അതാണ് മാർജിൻ ഓഫ് എറർ. ഇനി നമുക്ക് വേണ്ടത് ഇന്റർവെൽ ആണ്. 95% കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ ദ ട്രൂ ആവറേജ് സ്ട്രെയിൻ ഈസ് എക്സ് ബാർ പ്ലസ് ഓർ മൈനസ് മാർജിൻ ഓഫ് എറർ ആണ്.
അപ്പോൾ എക്സ് ബാർ സാമ്പിൾ മീൻ 25 ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 1.938 മാർജിൻ ഓഫ് എറർ കിട്ടി. അത് മൈനസ് ചെയ്ത ലോവർ ബൗണ്ടും ആഡ് ചെയ്ത അപ്പർ ബൗണ്ടും കിട്ടും. കോൺഫിഡൻസ് ബൗണ്ട് ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള കോൺഫിഡൻസ് ഇന്റർവെൽ. ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഇതിന്റെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. പ്രഡിക്റ്റ് ദ സ്ട്രെയിൻ ഫോർ സിംഗിൾ അഡൽട്ട് ഇൻ എ വേ ദാറ്റ് കൺവേസ് ഇൻഫോർമേഷൻ അബൌട്ട് പ്രിസിഷൻ ആൻഡ് റിലയബിലിറ്റി. പ്രഡിക്റ്റ് ദ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പ്രഡിക്ഷൻ ബൗണ്ട് ആണ്, പ്രഡിക്ഷൻ ഇന്റർവെൽ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഈ ഫോർമുല മാറി. ഫോർമുല എന്താ? റൂട്ട് ഓഫ് 1+1/n ആണ് അതിൽ വരിക. ബാക്കിയെല്ലാം സെയിം ആണ്. ഇപ്പൊ എക്സ് ബാർ 25 ആണ്, n 15 ആണ്, s 3.5. s എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ ഇതിൽ നിന്നും ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? 2.145. 95% കോൺഫിഡൻസ് ഇന്റർവെലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി വാല്യൂ ആണ് ഈ തന്നിട്ടുള്ളത്. ദെൻ മാർജിൻ ഓഫ് എറർ എന്ന് പറഞ്ഞാൽ എന്താ? ടി ആൽഫ ബൈ 2 ഇൻറ്റു n-1. ഇത് ടി ക്രിട്ടിക്കൽ വാല്യൂ ആണ്. നമ്മൾ ടേബിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എടുത്തെഴുതി. ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ 3.5. സ്ക്വയർ റൂട്ട് ഓഫ് 1+1/n 15 ആണ്. ഇത് ഈ ടേം സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്ത് വരും? 7.768 ആണ് വരിക. ഓക്കെ, മാർജിൻ ഓഫ് എറർ ആണ് നമ്മൾ കണ്ടത്. അതിൽ നിന്നും എക്സ് ബാർ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്യണം. അപ്പോൾ 95% പ്രഡിക്ഷൻ ഇന്റർവെൽ എന്ന് പറയുന്നത് എത്ര വരും? 95% പ്രഡിക്ഷൻ ഇന്റർവെൽ കണ്ടുപിടിക്കാൻ എക്സ് ബാർ മീൻ സാമ്പിൾ മീൻ പ്ലസ് ഓർ മൈനസ് മാർജിൻ എറർ ആണ്. അപ്പോൾ എക്സ് ബാറിന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 25 ആണ്, മാർജിൻ എറർ 7.768. അപ്പോൾ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ലോവർ ഇന്റർവെൽ ലോവർ ബൗണ്ട് വരും, ആഡ് ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റും വരും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ഇന്റർവെൽ നോക്കൂ, 17.232 32.768 വരെയുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും വരാം എന്നാണ് ഇതിൽ പറയുന്നത്. ഇത്രയും ഇന്റർവെൽ ഉണ്ട്. ഈ ഇന്റർവെല് നമ്മൾ ആദ്യം കണ്ട കോൺഫിഡൻസ് ഇന്റർവെലിനേക്കാളും ലാർജ് ആണ്. അപ്പോൾ ഇതിന് അൺസർട്ടനിറ്റി കൂടുതലാണ്. ഏതിന്? പ്രഡിക്ഷൻ ബൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ അതിന്റെ അൺസർട്ടനിറ്റി ഈസ് ഹൈ. അതുകൊണ്ടാണ് നമുക്ക് വിഡ്ത്ത് ഇന്റർവെലിന്റെ വിഡ്ത്ത് കൂടുതലായിട്ട് വന്നത്. അപ്പോൾ അതാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, ഈ പ്രോബ്ലത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞാൽ എന്താണ്? പ്രഡിക്ഷൻ ഇന്റർവെൽ ഈസ് മച്ച് വൈഡർ ദാൻ ദ കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ ദ മീൻ. That is, the higher the uncertainty in predicting a single individual's value compared to estimating the average of the population. ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന്റെ വാല്യൂ വെച്ച് ചെയ്യുന്നതിനേക്കാൾ അതിന് അൺസർട്ടനിറ്റി കൂടുതലാണ് കമ്പയർഡ് ടു ആവറേജ് ഓഫ് ദ പോപ്പുലേഷൻ. ഒരു കൺസിഡർ ചെയ്യുന്ന പോപ്പുലേഷന്റെ ആവറേജ് എടുത്ത് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന്റെ അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതുകൂടെ നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Thank you.